ഞാൻ ഗുരുപ്രിയ. എൻ്റെ നാട് കണ്ണൂരാണ്. ഞാനിവിടെ 5ാം ക്ലാസ് മുതൽ ഇവിടുത്തെ ഹോസ്റ്റലിൽ നിന്ന് പഠിച്ചിട്ടുള്ളൊരു കുട്ടിയാണ്. എനിക്ക് ഇത്രയും കാലം ഇവിടെ നിന്ന് ശാന്തിഗിരി ആശ്രമം എന്താണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ശാന്തിഗിരി ആശ്രമത്തിനെ കുറിച്ച് എനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ, ഇത് ഓരോരുത്തർക്കും പലതായിട്ടുള്ള അനുഭവങ്ങളാണ് തരുന്നത്. ശാന്തിഗിരി ആശ്രമം എന്ന് പറയുന്നത് വേറൊരാൾ പറഞ്ഞോ അല്ലെങ്കിൽ വേറൊരാളുടെ അനുഭവം കൊണ്ടോ നമ്മൾ എടുക്കേണ്ട ഒന്നല്ല. ഇവിടെ വന്ന് നമ്മളിത് അനുഭവിച്ച് തന്നെ അറിയണം. ഓരോരുത്തർക്കും ഉണ്ടാവുന്ന അനുഭവങ്ങൾ അത് വ്യത്യാസമായിരിക്കും. ചിലർക്ക് ഇഷ്ടപ്പെടാം, ചിലർക്ക് ഇവിടുത്തെ അന്തരീക്ഷം ഇഷ്ടപ്പെടാം, ചിലർക്ക് ഇവിടുത്തെ ആശയങ്ങൾ ഇഷ്ടപ്പെടാം, ഇഷ്ടപ്പെടാതിരിക്കാം. അങ്ങനെ പല പല കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ വന്ന് തന്നെ അറിഞ്ഞാലേ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ പറ്റും. പക്ഷേ ഒരു ആചാര്യൻ്റെ വേർപാട് ഇത്രയധികം ആഘോഷിക്കപ്പെടുന്ന ഒരു ദിനമുണ്ടോ, ഒരു ആശ്രമമുണ്ടോ എന്ന് ചോദിച്ചാൽ വേറെങ്ങും കാണില്ല. കാരണം ഇന്നത്തെ ദിവസം പ്രാർത്ഥന നിർഭരമായി ഈ 25 വർഷങ്ങളിൽ ഒരു ദിവസം പോലും ഗുരു തങ്ങളെ വിട്ട് പിരിഞ്ഞെന്ന് തോന്നാത്ത ഒരു ശിഷ്യ പരമ്പരയാണ് ശാന്തിഗിരി ആശ്രമത്തിലുള്ളത്. ഈ സായാഹ്നത്തെ ഏറ്റവും കൂടുതൽ മനോഹരമാക്കുന്നത് ശാന്തിഗിരി ആശ്രമത്തിലെ ദീപപ്രദക്ഷിണമാണ്. 72 ദിവസത്തെ വ്രതം നോറ്റ ഗുരുഭക്തർ ഇന്ന് ഗുരുവിൻ്റെ പ്രകാശം തങ്ങളുടെ കൈകളിലേന്തി ഈ ആശ്രമ സമുച്ചയത്തെ വലം വച്ച് മനസ്സിൽ ആനന്ദം നിറയ്ക്കുന്ന ഭക്തിയുടെ അപാരമായ കാഴ്ച. ആ കാഴ്ചയിലേക്കാണ് ഓൺലൈൻ വാർത്ത ഇന്ന് പോകുന്നത്. ദീപപ്രദക്ഷിണത്തിൻ്റെ ഏറ്റവും മുന്നിലായി ഓങ്കാരാങ്കിതമായ ശുഭ്ര പതാക, അതിനുശേഷം ഒരു മുത്തുക്കുട, പിന്നെ ഒരു മഞ്ചൽ, അതിനുശേഷം ഗുരുവിൻ്റെ വാഹനം. ഗുരു ഭൗതികത്തിൽ ആശ്രമത്തിൽ താമസിച്ചിരുന്ന സമയത്ത് ഗുരു ഉപയോഗിച്ചിരുന്ന വാഹനമാണ്. ഗുരുവിൻ്റെയും ഗുരുസ്ഥാനീയ ശിഷ്യപൂജിതയുടെയും വാഹനം. ആ വാഹനം മുത്തുക്കുടയുടെ അകമ്പടിയോടുകൂടി ആശ്രമത്തിൻ്റെ മുൻവശം എത്തിച്ചേരുന്നു. അഖണ്ഡ മന്ത്രാക്ഷരങ്ങളോടെ നിറഞ്ഞ ഭക്തിയോടെ സന്യാസിനിമാർ ദീപവുമായി ആശ്രമ കവാടത്തിനുള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. സന്യാസി സംഘത്തിന് ശേഷം മഞ്ചലുമേന്തി ഗുരുഭക്തർ ആശ്രമ കവാടത്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്നു. വിവിധ തരത്തിലുള്ള മഞ്ചലുകൾ നമുക്ക് കാണാം. ഇതെല്ലാം 72 ദിവസത്തെ കഠിനമായ വ്രതാനുഷ്ഠാനങ്ങളോടെ അവരുടെ ജീവിതത്തിൻ്റെ സകല ദുഃഖ ദുരിതങ്ങളെയും മാറ്റി എഴുതാൻ വേണ്ടി ഭക്ത്യാദരപൂർവം ഗുരുവിന് മുന്നിൽ സമർപ്പിക്കുന്ന ഒരു കാഴ്ചയാണ്. ഈ അന്തരീക്ഷം അഖണ്ഡ മന്ത്രാക്ഷര മുഖരിതമാണ്. ശാന്തിഗിരിയിലെ ദീപപ്രദക്ഷിണം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് വളരെ ശാന്തമായിട്ട് പ്രാർത്ഥനാപൂർവമായിട്ട് ചെയ്യുന്ന ഒരു ആചാരമാണ്, ഒരു ചടങ്ങാണ് ഈ ദീപപ്രദക്ഷിണം. ഈ ദീപപ്രദക്ഷിണത്തിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു നാളികേര പകുതിയിൽ അതിൽ എണ്ണ നിറച്ച് ഒരു എൽത്തിരി വെച്ചുകൊണ്ട് അതിനെ ധൂപം, അതിൽ നിന്ന് ഉതിരുന്ന ധൂപം എന്ന് പറയുന്നത് എപ്പോഴും വളരെ ഔഷധ ധൂപമായിട്ടാണ് അത് മാറ്റപ്പെടുന്നത്. ഇത് ശ്വസിക്കുമ്പോൾ ഉണ്ടാകുന്ന മനസ്സിൻ്റെ ശുദ്ധിയും അവരുടെ ശരീര വൈകല്യങ്ങളും അതുപോലെ ദോഷങ്ങളും മാറിയിട്ട് ഒരു പുതിയൊരു അനുഭവ തലത്തിലേക്ക് മാറ്റപ്പെടുന്ന ഒരു വലിയൊരു വിശേഷം എന്ന് പറയുന്നത് ഈ ദീപപ്രദക്ഷിണമുണ്ട്. പലപ്പോഴും നമ്മളെല്ലാം ആഘോഷവേളകളിലും ദീപങ്ങൾ കാണുന്നുവെങ്കിലും അതെല്ലാം ഒരു പ്രദക്ഷിണ വഴിയിലെ ഒരു അലങ്കാരമായിട്ട് മാത്രമേ നമ്മൾ കാണാറുള്ളൂ. പക്ഷെ ശാന്തിഗിരിയെ സംബന്ധിച്ച് ഇങ്ങനെ വെള്ള വസ്ത്രം ധരിച്ച് ഗുരു ഇവിടെ ജീവിതം കൊണ്ട് പൂർത്തീകരിച്ച ആത്മീയതയുടെ 72 വർഷങ്ങൾ, ത്യാഗപൂർണമായ 72 വർഷങ്ങളുടെ പ്രതീകമായിട്ട് 72 ദിവസങ്ങൾ വ്രതശുദ്ധിയോടുകൂടി ആ വ്രതങ്ങൾ എടുത്തുകൊണ്ടാണ് ശാന്തിഗിരിയിലെ ഓരോ ആത്മബന്ധുക്കളും എന്ത് ചെയ്യുന്നത്, ഇവിടെ കാണുന്ന ഈ ശുഭ്രവസ്ത്രം ധരിച്ചിരിക്കുന്ന ആളുകൾ എന്ത് ചെയ്യുന്നത്, ഈ ദീപം എടുത്ത് ഈ പ്രദക്ഷിണം നടത്തുന്നത്.
ജ്യോതിർദിനം ആഘോഷ പരിപാടികളുടെ ഭാഗമായുള്ള ദീപപ്രദക്ഷിണം. ഒരു ഭക്തന്റെ ഏറ്റവും വലിയ സമർപ്പണം ആ ദീപങ്ങൾ ഗുരുപാദങ്ങളിൽ സമർപ്പിക്കാൻ പോവുകയാണ്. 10,000-കണക്കിന് ഗുരുഭക്തർ ഇന്ന് ഈ മണ്ണിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. വൈകുന്നേരം 6 മണിയോടെ ആരംഭിച്ച ദീപപ്രദക്ഷിണം ആശ്രമ സമുച്ചയത്തെ വലം വെച്ച് സ്പിരിച്വൽ സോണിൽ കടന്ന് താമരപർണശാലയുടെ മുന്നിലൂടെ സഹകരണ മന്ദിരത്തിലെത്തി യജ്ഞശാലയിൽ ഈ ദീപങ്ങൾ സമർപ്പിക്കുന്ന കാഴ്ചയാണ്, അതിമനോഹരമായ ഭക്തിയുടെ പാരമ്യത്തിലുള്ള കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എൻ്റെ പേര് പ്രദീപ്. ഞാൻ കൊല്ലം ജില്ലയിലെ ഒരു ശാന്തിഗിരി വിശ്വാസിയാണ്. എനിക്കുണ്ടായ ഒരു അനുഭവം ആശ്രമത്തിൽ വന്നിട്ട് 2005-ൽ എൻ്റെ അച്ഛനുണ്ടായ ഒരു ഹൃദയാഘാതമാണ്. സർജറി ചെയ്തില്ലെങ്കിൽ അച്ഛൻ 2 ആഴ്ചയിൽ കൂടുതൽ ജീവിച്ചിരിക്കില്ല എന്നും കൂടി ഒരു നിർദ്ദേശം ഡോക്ടർമാർ വെച്ചു. ഗുരുവിനെ അറിയിച്ചപ്പോൾ ശിഷ്യപൂജിത അറിയിച്ചതെന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ ശരീരത്തെ കത്തിവെക്കേണ്ട കാര്യമില്ല, അവിടെ നിന്ന് നിർദ്ദേശിക്കുന്ന മരുന്നുകൾ കഴിച്ചുകൊണ്ട് അച്ഛനെ എത്രയും പെട്ടെന്ന് ആശ്രമത്തിൽ കൊണ്ടുവരാനാണ് പറഞ്ഞത്. അപ്പം 2 ആഴ്ച പോലും ജീവിച്ചിരിക്കില്ല എന്ന് വൈദ്യശാസ്ത്രം പറഞ്ഞ എൻ്റെ അച്ഛൻ ഇപ്പോൾ എൻ്റെ കൂടെ 78 വയസ്സ് വരെ ഇപ്പോൾ അച്ഛൻ ജീവിച്ചിരിക്കുന്നു. ശാസ്ത്രത്തിനപ്പുറം ഗുരുവിൻ്റെ ഒരു കാരുണ്യം ജീവിതത്തിൽ നേരിട്ട് അനുഭവിച്ച ഒരു ചാരിതാർത്ഥ്യം എൻ്റെ ജീവിതത്തിലുണ്ട്. കുറിച്ച് കേട്ടപ്പോൾ മുതൽ തന്നെ ഇന്ന് രാത്രിയിൽ ഗുരുവിനെ ഓർത്ത് കരയുമായിരുന്നു. അത് എന്തിനാണെന്ന് പോലും എനിക്ക് ഇപ്പോഴും അറിയത്തില്ലായിരുന്നു. പിന്നെ ഗുരുവിനെ കാണണം എന്നുള്ള ചിന്തയായിരുന്നു. അപ്പൊ ഇങ്ങനെ കരഞ്ഞാണ് ദിവസം ഇറങ്ങുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ വിഷമിക്കുന്നത് എന്നുള്ളത് എനിക്ക് തന്നെ അറിയില്ല. അപ്പം അവസാനം എനിക്ക് ഈ വിഷമം ഇങ്ങനെ താങ്ങാൻ വയ്യാതെ വന്നപ്പോൾ ഞാൻ മനസ്സിലൊരു തീരുമാനം എടുത്തു. ദൈവത്തിനോട് തന്നെ പറഞ്ഞു, ഞാൻ ഇനി എന്റെ അച്ഛൻ ഒരു പ്രാവശ്യം കൂടെ ഞാൻ ആശ്രമത്തിൽ പോയി ഗുരുവിനെ കാണുന്ന കാര്യം അച്ഛനോട് ചോദിക്കും. അത് സമ്മതിച്ചില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഈ തീരുമാനം എൻ്റെ ഈ മനസ്സിൽ നിന്ന് ഈ തോന്നലങ്ങ് എടുത്ത് കളയും എന്ന് ഞാൻ അങ്ങ് ഉറച്ച് തീരുമാനിച്ചു. പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അച്ഛനോട് ചോദിച്ചപ്പോൾ അച്ഛൻ പെട്ടെന്നൊരു മാറ്റം വന്ന പോലെ അച്ഛൻ വളരെ സ്നേഹത്തോടെ എന്നോട് പറഞ്ഞു, മോൾക്ക് അത്ര ആഗ്രഹമാണെങ്കിൽ ഗുരുവിനെ പോയി കണ്ടിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് ഗുരുവിനെ കാണാൻ വരുന്നതും. ഇവിടെ ആശ്രമത്തില് ഞാൻ 94-ൽ വന്നതാണ്. അതിനുശേഷം ശിഷ്യപൂജിതയിലൂടെ അതൊക്കെ നമുക്ക് അന്ന് ഗുരു ഉള്ളപ്പോഴും നമ്മളെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നുകൊണ്ടിരുന്നത് ശിഷ്യപൂജിതയിലൂടെയാണ്. അപ്പൊ അങ്ങനെ അപ്പൊ നമുക്ക് ഗുരുവാണി ഗുരു പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ എല്ലാ കാലത്തും ഈ പരമ്പരയെ നയിക്കാൻ ഒരു ഗുരുസ്ഥാനത്ത് ഒരാളുണ്ടായിരിക്കുമെന്ന് ഗുരു പറഞ്ഞിട്ടുള്ളത് നമുക്കൊന്നും അതിനെക്കുറിച്ച് യാതൊരു സംശയവും തോന്നാത്ത വിധത്തിൽ വളരെ ഡയറക്റ്റ് ചെയ്ത് തന്നെ ഗുരു നമ്മളെ കൊണ്ടുപോയേക്കുന്നു എന്നുള്ളതാണ് ഇന്ന് വരെയുള്ള അനുഭവം. പാലക്കാട് ശാന്തിഗിരി ആശ്രമത്തില് സേവനം അനുഷ്ഠിക്കുകയാണ്. 22 വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ പാലക്കാട് ആശ്രമത്തിലേക്ക് പോയത്. ഞാനും ഇവിടെ ഈ ആശ്രമ അന്തരീക്ഷത്തിൽ ഉണ്ടായിരുന്നു. പക്ഷെ ഗുരു ആദിസങ്കല്പത്തിൽ ലയിക്കും എന്നുള്ള ഒരു സൂചനയോ മറ്റുള്ള ഒരു വിവരമോ പരമ്പരയ്ക്കോ അല്ലെങ്കിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ലാത്ത ഒരു രീതിയിലായിരുന്നു ഗുരുവോടൊപ്പം ഞങ്ങൾ ജീവിച്ചിരുന്നത്. ഗുരു പെട്ടെന്ന് നീങ്ങിയപ്പോൾ ഇനി എന്താകും എന്നുള്ള ഒരു ആശങ്കയായിരുന്നു നമുക്ക് എല്ലാവർക്കും ഉള്ളത്. ഗുരു ഒരിക്കലും നമ്മളിൽ നിന്ന് വിട്ടുപോയിട്ടില്ല. നമ്മളോടൊപ്പം എല്ലാമായി ഗുരു നമ്മുടെ പരമ്പരയോടൊപ്പമുണ്ട്. ഞാൻ എല്ലാമായി നിങ്ങളുടെ എല്ലാവരും നിൽക്കുന്നു എന്ന് പറഞ്ഞ ആ വാക്കുകൾ കേട്ടതോടുകൂടി പരമ്പര ഒന്നടങ്കം തന്നെ പഴയ രീതിയിലായി. കാര്യം ഗുരു ആദിസങ്കല്പത്തിൽ ലയിച്ചപ്പോൾ എല്ലാവരും മാനസികമായി ഗുരു വിട്ടുപോയി എന്ന തകർന്ന നിമിഷങ്ങളായിരുന്നു. പക്ഷേ തൊട്ടടുത്ത ദിവസം ശിഷ്യപൂജയുടെ ഈ വാക്കുകൾ കേട്ട് പരമ്പര ഒന്നാകെ ഉണരുകയും പിന്നെ 72 ദിവസങ്ങളിൽ വ്രതാനുഷ്ഠാനങ്ങളോടുള്ള പ്രാർത്ഥനയും മറ്റും അനുഷ്ഠിച്ച് അതിനിടയിൽ ഒരുപാട് അനുഭവങ്ങൾ പരമ്പരയിൽ വന്നു ചേരുകയും ഈ പ്രസ്ഥാനം എന്നും എക്കാലത്തും ഈ ഗുരുപരമ്പരയിൽ ഒരു ശിഷ്യൻ, ഒരു പൂർണ്ണനായ ഒരു ശിഷ്യൻ, അനുഭവസ്ഥനായ ശിഷ്യനുണ്ടാകുമെന്നുള്ള ബ്രഹ്മത്തിൽ നിന്നുള്ള അറിയിപ്പ് അത് പൂർത്തീകരിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമായിരുന്നു പിന്നീട് പരമ്പരയിൽ ഉണ്ടായത്.